നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ടോപ്പ് 10ലേക്ക് സ്വാഗതം. ബീഹാർ മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ ജാതി രാഷ്ട്രീയവും ആരോപണ പ്രത്യാരോപണങ്ങളും തിളച്ചുമറിയുകയാണ്. ഒന്നാം ഘട്ടത്തിൽ ആർക്കാണ് മേൽക്കൈ? നിതീഷ് കുമാർ തന്നെ നയിക്കുമോ? തേജസ്വിക്ക് സ്വീകാര്യത കൂടുമോ? യാദവരും മുസ്ലിങ്ങളും മറ്റ് പിന്നാക്ക വിഭാഗക്കാരും മഹാസഖ്യത്തെ പിന്തുണയ്ക്കുമ്പോൾ NDAയുടെ വോട്ട് ബാങ്ക് മുന്നാക്ക സമുദായക്കാരാണ്. ശക്തമായ മത്സരം നടക്കുമ്പോഴും ജാതിയുടെ പേരിലുള്ള വോട്ടുമറിച്ചിലുകളും വോട്ട് ചോർച്ചയുമാണ് ബീഹാറിന്റെ ഭാവി നിർണ്ണയിക്കുക. സമഗ്രമായി നോക്കാം ടോപ്പ് 10. ആദ്യം ഇന്നത്തെ 10 പ്രധാന തലക്കെട്ടുകൾ. വീട്ടിലെത്തിയ പരിഷ്കരണം. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ ഊർജിതമാക്കി. പട്ടികയിൽ പേരുകളുള്ള VIP-കളുടെ വീടുകളിൽ ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥരെത്തി ഫോമുകൾ കൈമാറി തുടങ്ങി. അർഹതപ്പെട്ട എല്ലാവരും ലിസ്റ്റിലുണ്ടാകുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗം നാളെ വൈകിട്ട് ഓൺലൈനായി. ബീഹാറിൽ ഇനി നിശബ്ദം. ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിച്ചു. മുന്നണികളുടെ കലാശക്കൊട്ടിൽ പങ്കെടുത്ത് ദേശീയ നേതാക്കൾ. 121 മണ്ഡലങ്ങളിൽ മറ്റന്നാൾ വിധിയെഴുത്ത്. രണ്ടാം ഘട്ടം 11-ന് 122 മണ്ഡലങ്ങളിൽ. വോട്ടുകൊള്ളയിൽ പുതിയ വെളിപ്പെടുത്തൽ നടത്താൻ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം നാളെ. കിട്ടാനുള്ളത് കിട്ടി. കേരളത്തിന് ലഭിക്കേണ്ട SSA ഫണ്ട് അനുവദിച്ച് കേന്ദ്രം. ആദ്യഘട്ടമായി ലഭിച്ചത് 92,41,00,000 രൂപ. നടപടി സുപ്രീം കോടതിയിൽ ഇടപെട്ടതിന് പിന്നാലെ സംസ്ഥാനത്തെ സ്പെഷ്യൽ അധ്യാപകരെ സ്ഥിരപ്പെടുത്താൻ നടപടിയെടുക്കണമെന്നും കോടതി നിർദ്ദേശം. PMC വിഷയം ഗൗരവമായതിനാൽ കേന്ദ്രത്തിന് പെട്ടെന്ന് കത്തയക്കാൻ സാധിക്കില്ലെന്ന് മന്ത്രി V ശിവൻകുട്ടി. കിഫ്ബിയെ തകർക്കാൻ ശ്രമം നടന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാര്യം സ്വകാര്യം. കത്തോലിക്ക സഭാ തലവന്മാർ പ്രധാനമന്ത്രിയെ കണ്ടു. ന്യൂനപക്ഷ അവകാശങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു. പോപ്പിന് ഇന്ത്യയിലേക്ക് ക്ഷണിക്കുന്ന കാര്യത്തിൽ പ്രധാനമന്ത്രിക്ക് കത്ത് നൽകി സഭാ നേതൃത്വം. പ്രധാനമന്ത്രിയുടെ വീട്ടിലെ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്ത് BJP നേതാക്കളും. സന്ദർശനത്തിൽ രാഷ്ട്രീയം കാണേണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖർ. കഥയല്ല, ഇത് ജീവിതം. EP ജയരാജന്റെ ആത്മകഥയിൽ CPM-ൽ അമർഷം. പാർട്ടിക്കുള്ളിലുള്ള വിവാദങ്ങൾ ആത്മകഥയിലൂടെ പരസ്യമാക്കിയെന്ന് വിമർശനം. ഇപ്പോൾ വരുന്ന അഭിപ്രായങ്ങൾ പുസ്തകം വായിക്കാതെയെന്നും വായിച്ച ശേഷമുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയുമെന്നും EP. തന്റെ മകനെ BJP സ്ഥാനാർത്ഥിയാക്കാൻ ശോഭാ സുരേന്ദ്രൻ ശ്രമം നടത്തിയെന്ന പരാമർശത്തിൽ ശോഭാ സുരേന്ദ്രന്റെ മറുപടി. കള്ളന്റെ ആത്മകഥ എന്നാണ് പേരിടേണ്ടിയിരുന്നത് എന്ന് ശോഭാ സുരേന്ദ്രൻ. ശുഭയാത്ര. വിമാനയാത്ര ടിക്കറ്റ് ബുക്കിംഗിൽ വ്യവസ്ഥകളിൽ മാറ്റം വരുത്താൻ DGCA. 48 മണിക്കൂറിനുള്ളിൽ അധിക നിരക്കുകളില്ലാതെ വിമാനയാത്രക്കാർക്ക് ടിക്കറ്റുകൾ റദ്ദാക്കാം. കരട് തയ്യാറായതായി സൂചന. ദൃശ്യങ്ങൾ സാക്ഷി. വർക്കലയിൽ യുവതിയെ ട്രെയിനിൽ നിന്ന് ചവിട്ടി പുറത്തേക്കിട്ടത് പ്രതി സുരേഷ് തന്നെ. അന്വേഷണ സംഘത്തിന് ട്രെയിനിലെ CCTV ദൃശ്യങ്ങൾ കൈമാറി RPF. പരിക്കേറ്റ് ശ്രീകുട്ടിയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. പ്രതിക്കെതിരെ വധശ്രമത്തിന് കേസ്. 53 കേസുകളിൽ പ്രതിയായ മോഷ്ടാവ് ബാലമുരുകൻ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടതിൽ ഗുരുതര വീഴ്ച. പ്രതിയെ കൊണ്ടുവന്നത് ചട്ടങ്ങൾ ലംഘിച്ച്. തമിഴ്നാട് പോലീസിനെതിരെ കേസ്. പെൺപുലികൾക്ക് വരവേൽപ്പ്. ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിനെ പ്രധാനമന്ത്രി നേരിൽ കാണും. പ്രത്യേക ക്ഷണപ്രകാരമുള്ള കൂടിക്കാഴ്ച നാളെ വൈകിട്ട്. രഞ്ജി ട്രോഫിയിൽ കർണാടകയ്ക്കെതിരെ കേരളത്തിന് ഇന്നിംഗ്സ് തോൽവി. പരാജയം ഒരു ഇന്നിംഗ്സിനും 164 റൺസിനും. പരിഗണിക്കാത്തതിൽ പരിഭവം. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ കുട്ടികളുടെ ചിത്രത്തിനോ ബാലതാരത്തിനോ അവാർഡ് നൽകാത്തതിൽ ജൂറിക്കെതിരെ വിമർശനവുമായി ബാലതാരം ദേവനന്ദ. ജൂറി കണ്ണടച്ചിരുട്ടാക്കരുതെന്നും കുട്ടികളുടെ അവകാശങ്ങൾ കാണാതെ പോകരുതെന്നും കുറ്റപ്പെടുത്തൽ. കുട്ടികളുടെ വിഭാഗത്തിൽ മികച്ച പ്രകടനമുണ്ടായിട്ടില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ. സ്റ്റോറി ഓഫ് ദി ഡേ. കരുതലിന്റെ കുപ്പായം.
സംസ്ഥാനത്ത് SIR തുടങ്ങി. വോട്ടർ പട്ടികയിൽ പേരുകളുള്ള വിഐപികളുടെ വീടുകളിൽ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരെത്തി ഫോമുകൾ കൈമാറി തുടങ്ങി. വോട്ടർ പട്ടികയിൽ പേരുകൾ ഉറപ്പിച്ചതിന് ശേഷമാണ് ഫോമുകൾ കൈമാറുന്നത്. വോട്ടർ പട്ടികയിലുള്ളവർക്ക് വോട്ടുകൾ ഉറപ്പാക്കുന്ന 1 മാസം നീണ്ടുനിൽക്കുന്ന നടപടിക്രമങ്ങൾക്കാണ് തുടക്കമായത്. SIR-നെ ഇടതുപക്ഷവും കോൺഗ്രസും എതിർക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികളുമായി മുന്നോട്ടു പോകുന്നത്. സംസ്ഥാനത്ത് സജീവ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾക്കാണ് തുടക്കമായിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി BLOമാർ വീടുകളിൽ നേരിട്ടെത്തി വിവരശേഖരണം നടത്തുകയാണ്. 2025 ഒക്ടോബറിലെ വോട്ടർ പട്ടികയിലുള്ള എല്ലാ വോട്ടർമാർക്കും BLOമാർ 2 എന്യൂമറേഷൻ ഫോമുകൾ നൽകും. ഒരെണ്ണം കയ്യിൽ സൂക്ഷിക്കാം. ഫോറം പൂരിപ്പിക്കുന്നതിനും ഓൺലൈനായി അപ്ലോഡ് ചെയ്യുന്നതിനും BLOമാർ സഹായം നൽകും. പുതിയ ഫോട്ടോയും ഇതിൽ ഉൾപ്പെടുത്താൻ കഴിയും. 2002ലെയും 2025ലെയും വോട്ടർ പട്ടികയിൽ പേരുള്ളവർ എന്യൂമറേഷൻ ഫോം ഒപ്പിട്ട് നൽകിയാൽ മാത്രം മതി. 2002ലെ പട്ടികയിൽ ഇല്ലാത്തവരും 2025ലെ പട്ടികയിൽ ഉൾപ്പെട്ടവരുടെയും മാതാപിതാക്കൾ 2002ലെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫോം ഒപ്പിട്ട് നൽകാം. അല്ലാത്തവർ പുതിയ ഫോം നൽകുന്നതിനൊപ്പം ഇലക്ഷൻ കമ്മീഷൻ നിശ്ചയിച്ചിട്ടുള്ള 12 തിരിച്ചറിയൽ രേഖകളിൽ 1 ഹാജരാക്കണം. ഡിസംബർ 9-നാണ് പ്രാഥമിക വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 7-ന് പുറത്തിറക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്ത് 20 ദിവസത്തിനകം എല്ലാവരിലും SIR ഫോം എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ. അർഹരായ എല്ലാവരും വോട്ടർ പട്ടികയിലുണ്ടാകും. രാഷ്ട്രീയ പാർട്ടികളുമായി യോഗം ചേരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നമ്മുടെ എല്ലാ അസംബ്ലി സെഗ്മെന്റ്സിലെ വളരെ നല്ല വിധത്തിലുള്ള ഒരു വിതരണമാണ് നടക്കുന്നത്. അതുപോലെ തന്നെ കുറേ ആൾക്കാർ അന്നെ തന്നെ പൂരിപ്പിച്ച് നൽകുകയുണ്ട്, തിരിച്ച് നൽകുന്നുണ്ട്. നമ്മൾ കണ്ടിട്ടുള്ളത് വളരെ നല്ല വിധത്തിലുള്ള ഒരു സഹായം സഹകരണം ജനങ്ങളുടെ ഭാഗത്തിന് വന്നിട്ടുണ്ട്. ഇന്നത്തെ ദിവസം നമ്മുടെ എല്ലാ BLOമാർ വീട്ടിലേക്ക് എത്തുമ്പോൾ ജനങ്ങളുടെ ഭാഗത്തിന് നല്ലവിധ സഹായം ഉണ്ടായിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അത് നമ്മുടെ SIR-ന്റെ ഭാഗമായി സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ നടൻ മധുവിന്റെ വീട്ടിൽ നേരിട്ടെത്തി വോട്ടർ പട്ടിക പരിഷ്കരണത്തെ പിന്തുണയ്ക്കുകയും SIR ഒരു കടമയാണെന്നും എല്ലാവരും അതിന്റെ ഭാഗമാകണമെന്നും നടൻ മധു പറഞ്ഞു. ഇത് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ വോട്ടർ പട്ടികയെക്കുറിച്ച് വളരെ പരാതിയിലുള്ള ഈ സമയത്ത് ഈ പുതിയ ഫോമിൽ എല്ലാവരും ഒപ്പിട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു ശുദ്ധീകരണമായിരിക്കും. ആ ക്രിയയിൽ വോട്ടുള്ള എല്ലാവരും പങ്കെടുക്കേണ്ടത് ഒരു ആവശ്യമാണ്, ചെയ്യേണ്ടതൊരു കടമയാണ്. പ്രത്യേകിച്ച് പറയാനുള്ളത് SIR നടപടിക്രമത്തിന്റെ ഭാഗമായി കോഴിക്കോട് ഡെപ്യൂട്ടി കളക്ടർ M. രേഖ സിനിമാ താരം നിർമ്മൽ പാലാഴിയുടെ വീട്ടിൽ സന്ദർശനം നടത്തി. SIR-നെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് ജില്ലയിലെ പ്രമുഖരുടെ വീടുകളിൽ ആദ്യ സന്ദർശനം നടത്തുന്നത്. SIR പേടിക്കേണ്ട വിഷയമല്ലെന്നും ആരുടെയും വോട്ട് നഷ്ടപ്പെടില്ലെന്നും കൃത്യതയോടെ വോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ നടപടിയെന്നും രേഖ വ്യക്തമാക്കി. എല്ലാവരും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളികളാകണമെന്ന് നിർമ്മലും പ്രതികരിച്ചു. വേണ്ടിയിട്ട് നമ്മളെ നാട്ടിലെ VIPസിൻ്റെ വീട്ടിൽ പോയി അവർക്ക് ഇത് ആദ്യമായിട്ട് കൊടുത്തിട്ടാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. പിന്നെ ജനങ്ങൾക്കൊരു ബോധവൽക്കരണവും കൂടിയാണ്. ഇത് SIR പേടിക്കേണ്ട വിഷയമൊന്നുമല്ല. ആരും തന്നെ ഈ പട്ടികയിൽ നിന്ന് പോകുന്നില്ല. എല്ലാവർക്കും വോട്ടുകൾ ഉണ്ടാവും. എന്തായാലും അത് കൃത്യതയോടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ SIR ഇങ്ങനെ വന്നിട്ടുള്ളത്. നാട്ടിലെ ആളുകളിൽ നമ്മളെ പെടുത്തിയതിൽ സന്തോഷം. കാര്യം ആ തെരഞ്ഞെടുപ്പ് എല്ലാവരും പങ്കാളികളോ, എല്ലാവരും വോട്ട് ഒഴിവാക്കരുത്, എല്ലാവരും വോട്ട് ചെയ്യുക. സന്തോഷം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ടു പോകുമ്പോൾ കടുത്ത എതിർപ്പാണ് ഭരണപ്രതിപക്ഷം ഉയർത്തുന്നത്. മുഖ്യമന്ത്രി നാളെ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. SIR-നെതിരെ നിയമ നടപടിയാണ് ആലോചിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അൻഫിലിറ്റ് ഡിസൂസ ചേരുന്നു. അൻഫിലിറ്റ്, എന്തായാലും കേരളത്തിൽ ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് ഒരു സുപ്രധാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 7-ന് വരും. ആ പട്ടികയുടെ അടിസ്ഥാനത്തിലായിരിക്കും കേരളം ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ കടക്കുക. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ ഈ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ സർക്കാരും പ്രതിപക്ഷവും ഒക്കെ വലിയ ആശങ്കയിലാണ്. ഈ സാഹചര്യത്തിൽ തന്നെയല്ലേ നാളെ സർവകക്ഷി യോഗത്തിലേക്ക് അടക്കം കടക്കുന്നത്? നമ്മുടെ തീർച്ചയായും സംസ്ഥാനത്ത് ഈ പ്രതിഷേധങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും SIR നടപടിക്രമങ്ങളുമായി തെരഞ്ഞെടുപ്പ് ഓഫീസർ മുന്നോട്ട് പോവുകയാണ്. ആദ്യ ദിനത്തിൽ കേരളത്തിൽ SIR നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയപ്പോൾ വലിയ രീതിയിലുള്ള മികച്ച പ്രതികരണമാണ് എല്ലാ ജനങ്ങളും വോട്ടർമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്കുള്ള ഒരു പ്രതികരണമാണ് വോട്ടർമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഇതിന് വളരെ പോസിറ്റീവായി കാണുന്നുവെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ BLOമാർ വീടാന്തരം കയറിയിറങ്ങി വിവരശേഖരണം നടത്തുന്നത് 1 മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ 20 ദിവസം കൊണ്ട് തന്നെ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ്
തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കുന്നത്. അതിനുശേഷം ഇതിന്റെ കരട് പട്ടിക പ്രസിദ്ധീകരിക്കുകയും 1 മാസം ഇത് പരാതികളോ ആക്ഷേപങ്ങളോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി ചേർക്കാനായി 1 മാസം ഇത് പ്രസിദ്ധീകരിക്കും. അതിനുശേഷമായിരിക്കും 3 മാസത്തെ നടപടിക്രമങ്ങളുടെ ശേഷമായിരിക്കും കാര്യക്ഷമവും സുതാര്യവുമായ ഒരു വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക എന്ന് പറയുന്നു. അതേസമയം ഈ രാഷ്ട്രീയ പാർട്ടികളാകട്ടെ SIR നടപ്പാക്കുന്നതിനെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയർത്തുന്നത്. ഭരണ പ്രതിപക്ഷം വലിയ രീതിയിലുള്ള വിയോജിപ്പും പ്രതിഷേധവുമായി രംഗത്തുണ്ട്. നാളെ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ചേരുന്നുണ്ട്. തുടർ നടപടികൾ ഏത് രീതിയിൽ സ്വീകരിക്കണമെന്ന്, അതായത് നിയമ പോരാട്ടത്തിനാണ് ഭരണ പ്രതിപക്ഷം തയ്യാറെടുക്കുന്നത്. നേരത്തെ നിയമസഭയിൽ പ്രമേയമൊക്കെ പാസ്സാക്കിയിരുന്നു ഏകകണ്ഠേന. അതിനപ്പുറത്തേക്ക് തുടർ നടപടികൾ ഏത് രീതിയിലുള്ള നിയമ പോരാട്ടമാണ് സ്വീകരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് നാളെ സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കുന്നത്. അതായത് ഒരു ഭാഗത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ SIRമായി മുന്നോട്ട് പോകുന്നു, അതേസമയം മറുഭാഗത്ത് ഭരണ പ്രതിപക്ഷം രാഷ്ട്രീയ പാർട്ടികൾ കടുത്ത വിയോജിപ്പും പ്രതിഷേധവുമായി രംഗത്തുണ്ട്. നിയമ പോരാട്ടത്തിന് ഒരു ഭാഗത്ത് നടക്കുന്നു. അതേസമയം തെരഞ്ഞെടുപ്പ് ഓഫീസർ പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ ആശങ്കകളോ അത്തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾക്ക് ഒന്നും പ്രസക്തിയില്ല. എല്ലാ ആഴ്ചയും എല്ലാ ശനിയാഴ്ചയും ഈ SIRന്റെ പ്രോസസ്സിംഗുമായി ബന്ധപ്പെട്ട നടപടികൾ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ചു ചേർക്കുന്നു. എല്ലാ ശനിയാഴ്ചയും വിളിച്ചു ചേർത്ത് അവരെ ബോധ്യപ്പെടുത്തുന്നു. അതിനപ്പുറത്തേക്ക് അവരുടെ അഭിപ്രായങ്ങൾ കൂടി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിർദ്ദേശങ്ങൾ അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കാനുണ്ടെങ്കിൽ അതും കൂടി സ്വീകരിച്ചുകൊണ്ട് അതും കൂടി അംഗീകരിച്ചുകൊണ്ട് തന്നെയാകും ഓരോ ആഴ്ചയും ഇതിൻ്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുക. അതുകൊണ്ട് ഇക്കാര്യത്തിൽ മറ്റ് ആശങ്കകൾക്ക് ഒന്നും തന്നെ ഒരു പ്രസക്തിയുമില്ല എന്ന് അദ്ദേഹം ആവർത്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും സുതാര്യമായുള്ള ഒരു വോട്ടർ പട്ടിക പരിഷ്കരണം തന്നെയാകും ഈ SIRന്റെ ഏറ്റവും ഒടുവിൽ ഈ നടപടിക്രമങ്ങളുടെ ഏറ്റവും ഒടുവിൽ ഉണ്ടാവുക എന്ന് അദ്ദേഹം ഇപ്പോഴും ഉറപ്പ് നൽകുകയാണ്. പക്ഷേ അപ്പോഴും ഉയരുന്നൊരു ചോദ്യം, ഒരു സംസ്ഥാനത്തൊരു തെരഞ്ഞെടുപ്പ് ഓഫീസർ SIR തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഭരണ പ്രതിപക്ഷം കടുത്ത വിയോജിപ്പുമായി നിൽക്കുകയും നിയമ പോരാട്ടത്തിനൊരുങ്ങുകയും ചെയ്യുമ്പോൾ എങ്ങനെ ഈ നടപടിക്രമം സ്മൂത്തായി അല്ലെങ്കിൽ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്നൊരു ചോദ്യവും ഉയരുകയാണ്. എന്തായാലും നാളത്തെ സർവകക്ഷി യോഗത്തിൽ SIRൽ സംസ്ഥാനം ഒരു നിയമ പോരാട്ടത്തിലേക്ക് കടക്കുമോ എന്നുള്ളത് അറിയാൻ സാധിക്കും. പക്ഷേ അർഹരായ ഒരാളുടെയും വോട്ട് നഷ്ടമാകില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അൻഫിലി ഡിസൂസ. ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ പ്രചാരണത്തിന് ആവേശ സമാപനം. പരസ്യപ്രചാരണം അവസാനിച്ചു, ഇനി നിശബ്ദ പ്രചാരണം. കലാശക്കൊട്ടിൽ മുന്നണികളുടെ ദേശീയ നേതാക്കൾ പങ്കെടുത്തു. 121 മണ്ഡലങ്ങളിലാണ് മറ്റന്നാൾ വിധിയെഴുത്ത്. അതേസമയം വോട്ടുകൊള്ളയിൽ പുതിയ വെളിപ്പെടുത്തൽ നടത്താൻ രാഹുൽ ഗാന്ധി നാളെ വാർത്താ സമ്മേളനം നടത്തും. കലാശക്കൊട്ടോടെ വാഗ്വാദത്തിനും വാഗ്ദാന പ്രഖ്യാപനങ്ങൾക്കും വിരാമം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവും രാഷ്ട്രീയ പാർട്ടികളുടെ നാടകീയ നീക്കങ്ങളും മൂലം രാജ്യമുറ്റുനോക്കിയ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിനി നിശബ്ദ പ്രചരണത്തിൽ. 7,43,00,000 വോട്ടർമാരാണ് ബീഹാറിലുള്ളത്. NDAയും മഹാസഖ്യവും തമ്മിൽ ശക്തമായ പോരാട്ടമാണ്. തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായിരുന്ന പ്രശാന്ത് കിഷോറിന്റെ ജൻസൂരജ് പാർട്ടിയും ബീഹാറിൽ കന്നിയംഗത്തിനുണ്ട്. മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ ജാതി സമവാക്യങ്ങൾ തന്നെയാകും ബീഹാറിന്റെ വിധി നിർണ്ണയിക്കുക. തേജസ്വിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് മഹാസഖ്യം മുന്നോട്ടു പോകുമ്പോൾ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്ന് മാത്രമാണ് NDA പറയുന്നത്. 243 അംഗ നിയമസഭയിൽ 121 മണ്ഡലങ്ങളാണ് ആദ്യഘട്ടത്തിൽ വിധിയെഴുതുന്നത്. ബീഹാർ ഭരണമാറ്റം ഉറപ്പിച്ചെന്നും ആശങ്കയിലെന്നും ഇന്ത്യ സഖ്യം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ്. അധികാരത്തിലെത്തിയാൽ നെല്ല് ക്വിന്റലിന് താങ്ങുവിലയേക്കാൾ 300 രൂപയും ഗോതമ്പിന് 400 രൂപയും കൂടുതൽ നൽകുമെന്നും പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറിൽ തേജസ്വിയുടെ വാഗ്ദാനം. വാഗ്ദാനങ്ങൾ നിരവധി നൽകിക്കൊണ്ട് ഇരു മുന്നണികളും പ്രകടന പത്രിക പുറത്തിറക്കിയിട്ടുണ്ട്. NDAയ്ക്കും മഹാസഖ്യത്തിനും വലിയ ഭൂരിപക്ഷം പ്രവചിക്കുന്ന സർവേകൾക്കും ഒരു മുന്നണിക്കും കൃത്യമായ ഭൂരിപക്ഷമില്ല എന്ന അഭിപ്രായ സർവേകളും പുറത്തു വന്നിട്ടുണ്ട്. പ്രധാനമന്ത്രി അടക്കമുള്ളവർ NDAയ്ക്കായി പ്രചാരണത്തിനെത്തിയിരുന്നു. മഹാസഖ്യത്തിനു വേണ്ടി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ഉൾപ്പെടെയുള്ളവരാണ് രംഗത്തെത്തിയത്. മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ ഭാവി TV ചാനൽ പോലെ മോദിയും അമിത്ഷായും മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നും ജനങ്ങളുടെ പ്രശ്നങ്ങളെക്കാൾ നരേന്ദ്രമോദിക്ക് ശ്രദ്ധ റീലിലാണെന്നും രാഹുൽ ഗാന്ധി വിമർശിച്ചു. പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിലെ റാലികളിലൊന്നും മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഉണ്ടായില്ല. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള കേന്ദ്രമന്ത്രിമാർ ഇന്ത്യ സഖ്യത്തെയും രാഹുൽ ഗാന്ധിയെയും കടന്നാക്രമിച്ചു. മേരാ ബൂത്ത് സബ്സെ മസ്ബൂത്ത് ക്യാമ്പയിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാനത്തെ സ്ത്രീകളുമായി സംവദിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ മേഖലകളിൽ 61 സീറ്റുകൾ ഇന്ത്യ സഖ്യം നേടിയിരുന്നു. ന്യൂസ് ഡെസ്ക് അമൃത TV.
സമഗ്ര ശിക്ഷാ അഭിയാൻ പദ്ധതിയിൽ കേരളത്തിന് നൽകാനുള്ള ഫണ്ട് ലഭിച്ചു. ആദ്യ ഗഡുവായ 92,41 ലക്ഷം രൂപയാണ് ലഭിച്ചത്. രണ്ടാം ഗഡു ഉടൻ ലഭിക്കും. സുപ്രീം കോടതിയിൽ കേരളത്തിന് ഫണ്ട് നൽകുമെന്ന് കേന്ദ്രം അറിയിച്ചതിന് പിന്നാലെയാണ് ആദ്യ ഗഡു നൽകിയത്. വിവരങ്ങളുമായി അൻഫിലി ഡിസൂസ ചേരുന്നു. അൻഫിലിറ്റ്, ഇന്ന് ഈ സ്പെഷ്യൽ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് കേസ് പരിഗണിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ കേന്ദ്രത്തിന് SSA ഫണ്ട് നൽകുമെന്ന് അറിയിച്ചിരുന്നു. പറഞ്ഞ പോലെ തന്നെ അതിന് പിന്നാലെയാണ് ഈ ആദ്യ ഗഡു നൽകിയിട്ടുള്ളത്. തീർച്ചയായും അമ്പിളി, ആദ്യ ഗഡു നേരത്തെ തന്നെ ഇതിന്റെ SSKയുടെ ഫണ്ട് പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഇതിനെ സംബന്ധിച്ചായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി ഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ PMC പദ്ധതിയിൽ ഒപ്പിട്ടാൽ ആ നിമിഷം തന്നെ SSKയുടെ ഫണ്ട് അനുവദിക്കുമെന്ന് അറിയിച്ചിരുന്നു. അതേ രീതിയിൽ PMC പദ്ധതിയിൽ ഒപ്പിടുന്നു. അതിന്റെ പിന്നാലെ തന്നെ SSKയുടെ ഫണ്ട് കേരളത്തിന് അനുവദിക്കുന്നുള്ള പ്രോസസ്സിംഗ് ആരംഭിച്ചിരിക്കുന്നു. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് സുപ്രീം കോടതിയിൽ ഇത് സംബന്ധിച്ച കേസ് വന്നപ്പോഴും യാതൊരു മറ്റു ഒരു നിബന്ധനകളൊന്നുമില്ലാതെ തന്നെ അറ്റോർണി ജനറൽ അറിയിച്ചത് SSKയുടെ ഫണ്ട് ഉടൻ തന്നെ കേരളത്തിൽ അനുവദിക്കുമെന്ന്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ആദ്യ ഗഡു അനുവദിച്ചിരിക്കുന്നത്. SSKയുമായി ബന്ധപ്പെട്ട് ആദ്യം നമുക്ക് 900 കോടി രൂപയാണ് കേന്ദ്രത്തിൽ നിന്ന് തടഞ്ഞു വെച്ചിരുന്ന തുക. അതായത് കുടിശ്ശിക ഉൾപ്പെടെ തടഞ്ഞു വെച്ചിരുന്നത് 900 കോടിയാണ്. ഇതിൽ കുടിശ്ശിക മാത്രം 300 കോടിയുണ്ട്. ഇതിൽ സർക്കാർ ആദ്യ ഗഡുവായി സംസ്ഥാനം ആവശ്യപ്പെട്ടത് 112 കോടിയാണ്. ഈ ആദ്യ ഗഡുവിലാണ് ഇപ്പോൾ 92 കോടി 41 ലക്ഷം രൂപ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. സർക്കാരിനെ സംബന്ധിച്ച് PMCയിൽ ഒപ്പിട്ടു. പക്ഷെ PMCയിൽ ഒപ്പിട്ടുവെങ്കിലും അത് വൈകിപ്പിക്കാനുള്ള കത്ത് കേന്ദ്രത്തിന് അയക്കാനുള്ള പ്രോസസ് നടക്കുകയാണ്. പക്ഷെ ഇതുവരെ കേന്ദ്രത്തിന് ആ കത്ത് പോയിട്ടില്ല. ഈ കത്ത് പോകുന്നതിനുള്ള ഒരു വൈകൽ നടന്നു. ആ സമയത്തേക്കും SSKയുടെ ഫണ്ട് കേരളത്തിന് കിട്ടുകയും ചെയ്തു. അപ്പോൾ കത്ത് അയക്കുന്നതിനുള്ള നടപടി കത്ത് ഔദ്യോഗികമായി കേന്ദ്രത്തിന് ലഭിച്ചിരുന്നില്ല. ഒരുപക്ഷെ ലഭിച്ചിരുന്നുവെങ്കിൽ ഈ SSKയുടെ ഫണ്ട് അതിന് സാങ്കേതികമായ തടസ്സമുണ്ടായേനെ. കേരളത്തിനെ സംബന്ധിച്ചൊരു നേട്ടമാണ്. കാരണം PMC പദ്ധതിയിൽ നിന്ന് ഔദ്യോഗികമായി പിന്മാറാൻ തീരുമാനിച്ചു. പക്ഷെ അത് രേഖാമൂലമാണ് അറിയിച്ചില്ല. എന്നാൽ എന്തുകൊണ്ടാണ് PMCയിൽ ഒപ്പിട്ടത്? ഫണ്ടിനെ ശരിയായിരുന്നു. ആ ഫണ്ട് കൃത്യമായി ലഭിക്കുകയും ചെയ്തിരിക്കുകയാണ് കേരളത്തെ സംബന്ധിച്ചോളം. ശരി, സമഗ്ര ശിക്ഷാ അഭിയാൻ പദ്ധതിയിൽ കേരളത്തിന് നൽകാനുള്ള ഫണ്ടാണ് ലഭിച്ചിട്ടുള്ളത്. ആദ്യ ഗഡുവായ 92,41 ലക്ഷം രൂപ ലഭിച്ചു. രണ്ടാം ഗഡു ഉടൻ ലഭിക്കും. സുപ്രീം കോടതിയിൽ കേരളത്തിന് ഫണ്ട് നൽകുമെന്ന് കേന്ദ്രം അറിയിച്ചതിന് പിന്നാലെയാണ് ഈ ആദ്യ ഗഡു നൽകിയിട്ടുള്ളത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അൻഫിലി ഡിസൂസ. സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ വലിയ പങ്കാണ് കിഫ്ബി വഹിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരത്ത് നടന്ന കിഫ്ബിയുടെ രജത ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 25 വർഷത്തെ കിഫ്ബിയുടെ വികസന നേട്ടങ്ങളും ഭാവി പ്രവർത്തനങ്ങളും ഉദ്ഘാടന വേദിയിൽ പ്രദർശിപ്പിച്ചു. 1999 നവംബർ 11 അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഫണ്ട് കണ്ടെത്തുന്നതിനായി സംസ്ഥാന ധനവകുപ്പിന് കീഴിൽ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് അഥവാ കിഫ്ബി സ്ഥാപിതമാകുന്നത്. അനേകം പ്രതിസന്ധികൾ തരണം ചെയ്താണ് കിഫ്ബി രജത ജൂബിലി ആഘോഷിക്കുന്നതെന്നും പ്രതിസന്ധികൾ തരണം ചെയ്ത് സധൈര്യം മുന്നോട്ടു പോകാൻ മുഖ്യമന്ത്രിയുടെ കരുതലുണ്ടായിരുന്നുവെന്നും കിഫ്ബി CEO KM എബ്രഹാം പറഞ്ഞു. പ്രതിസന്ധി ഉടലെടുത്തപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് കുറച്ച് കിഫ്ബി പദ്ധതികൾ ഘട്ടം ഘട്ടമായി പുനഃക്രമീകരിക്കട്ടെ എന്ന് ഞാൻ ചോദിച്ചു. ബാക്കിയുള്ളത് ബഡ്ജറ്റിലേക്ക് തിരിച്ചയക്കട്ടെ എന്ന് ഞാൻ ചോദിച്ചു. സധൈര്യം മുന്നോട്ട് പോകണം എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വ്യക്തമായ ആഹ്വാനം. കിഫ്ബിയെ ചൊല്ലി ഉയർന്ന വിമർശനങ്ങൾ ഓർത്തെടുത്ത മുഖ്യമന്ത്രി കിഫ്ബി നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടി. കിഫ്ബിക്കെതിരെ ഇപ്പോൾ ചില ഘട്ടത്തിൽ കിഫ്ബി ഫണ്ടുകൾ വാങ്ങിയതിനെക്കുറിച്ച് ചെറിയ ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിരുന്നല്ലോ. അതിൽ നമ്മൾ കാണുന്നത് എന്താ? ഫണ്ട് വാങ്ങി ഇവിടുത്തെ വികസനത്തിനാണ് ചെലവഴിച്ചത്. ആ ഫണ്ട് കൃത്യമായി ചെലവഴിക്കുകയും തിരിച്ചടക്കുകയും ചെയ്തല്ലോ. നേരത്തെ വിവാദമുയർന്ന മസാല ബോർഡിൻ്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 2016 പിണറായി വിജയൻ സർക്കാർ അധികാരമേറ്റതിന് ശേഷമാണ് കിഫ്ബി പ്രവർത്തനക്ഷമമാക്കിയതെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. മന്ത്രിമാരായ K രാജൻ, J ചിഞ്ചുറാണി, GR അനിൽ, ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ്, VK പ്രശാന്ത് MLA, ചീഫ് സെക്രട്ടറി ഡോക്ടർ KA ജയതിലക് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. PMCയുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന് ഉടൻ കത്തയക്കുമെന്ന് ആവർത്തിച്ച് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. പിന്മാറ്റം ഗൗരവമുള്ള വിഷയമാണെന്നും നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ടെന്നും മന്ത്രി. പ്രധാനമന്ത്രി വികസിത ഭാരത് റോസ്ഗാർ യോജനയുമായി സഹകരിച്ചു പോകാനാണ് സംസ്ഥാനത്തിന്റെ തീരുമാനമെന്നും മന്ത്രി വ്യക്തമാക്കി. PMCയിലെ മന്ത്രിസഭായോഗ തീരുമാനത്തിൽ മാറ്റമുണ്ടാകില്ലെന്നും കത്ത് നൽകുന്നതിനുള്ള നടപടികൾ ഈ ആഴ്ച പൂർത്തീകരിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഗൗരവമുള്ള വിഷയമല്ലേ, അങ്ങനെ അതിൻ്റെ പല ഘട്ടങ്ങളിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മന്ത്രിസഭയോഗം തീരുമാനിച്ചല്ലേ, അതിലൊരു മാറ്റം ഉണ്ടാകാൻ വേണ്ടി സാധ്യതയില്ലല്ലോ. കത്തയക്കാൻ തീരുമാനിച്ചു,
മന്ത്രിസഭാ സബ് കമ്മിറ്റി രൂപീകരിച്ചു. അത് പിന്നെ പറഞ്ഞതുപോലെ ഇത്രയും വളരെ ഗൗരവമുള്ള വിഷയം പെട്ടെന്ന് ദോശ വിടുന്ന പോലെ പെട്ടെന്ന് അങ്ങ് തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഗൗരവത്തോടുകൂടി തന്നെ ഇച്ചിരി സമയമെടുത്തങ്ങ് ചർച്ച ചെയ്ത് നടപടിക്രമം പൂർത്തീകരിക്കുകയാണ്. ഈ ആഴ്ച കൊണ്ട് പൂർത്തീകരിക്കും. ഈ മാസം 11, 12 തീയതികളിലായി ദില്ലിയിൽ നടക്കുന്ന തൊഴിൽ വ്യവസായ മന്ത്രിമാരുടെയും സെക്രട്ടറിമാരുടെയും ദേശീയ സമ്മേളനത്തിൽ മന്ത്രി വി ശിവൻകുട്ടി പങ്കെടുക്കും. പ്രധാനമന്ത്രി വികസിത ഭാരത് റോസ്ഗാർ യോജന, ESI കവറേജ് വിപുലീകരണം, ഇ-ശ്രം പോർട്ടൽ തുടങ്ങിയ പ്രധാനപ്പെട്ട കേന്ദ്ര സർക്കാർ പദ്ധതികളുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ കേരളം സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. 2025 ഓഗസ്റ്റ് 1 മുതൽ പ്രാബല്യത്തിൽ വന്ന പ്രധാനമന്ത്രി വികസിത ഭാരത് റോസ്ഗാർ യോജനയിൽ കേരളം സഹകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കത്തോലിക്ക സഭാ തലവന്മാർ പ്രധാനമന്ത്രിയെ കണ്ടു. സിറോ മലബാർ സഭാ നേതൃത്വമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഡൽഹിയിലെ വസതിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, ബിഷപ്പ് മാർ കുര്യാക്കോസ് ഭരണിക്കുളങ്ങര എന്നിവർ പങ്കെടുത്തു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കൂടിക്കാഴ്ചയുടെ ഭാഗമായി ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംബന്ധിച്ചുള്ള സഭയുടെ ആവശ്യങ്ങൾ പ്രധാനമന്ത്രിക്ക് മുൻപാകെ നേതൃത്വം അവതരിപ്പിച്ചു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ ന്യൂനപക്ഷങ്ങൾക്കെതിരായി ചില നീക്കങ്ങൾ ശക്തമായതോടെയാണ് സഭാ നേതൃത്വം പ്രധാനമന്ത്രിയുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയത്. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, ഫരീദാബാദ് രൂപതയുടെ മെത്രാപ്പൊലീത്ത മാർ കുര്യാക്കോസ് ഭരണികുളങ്ങര എന്നിവരാണ് പ്രധാനമന്ത്രിയെ കണ്ടത്. 30 മിനിറ്റോളം നീണ്ടുനിന്ന കൂടിക്കാഴ്ചയിൽ നിലവിലെ സാഹചര്യങ്ങൾ ചർച്ചയായിട്ടുണ്ട്. ന്യൂനപക്ഷ അവകാശങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രിയെ സഭാ നേതൃത്വം അറിയിച്ചു. സൗഹൃദ കൂടിക്കാഴ്ചയായിരുന്നുവെന്നും സഭ ഉന്നയിച്ച കാര്യങ്ങളിൽ പരിഹാരമുണ്ടാകുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകിയതായി കൂടിക്കാഴ്ചയിലൊപ്പമുണ്ടായിരുന്ന BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഒരു കർട്ടസി വിസിറ്റുമായിരുന്നു. ഇതുപോലെ മൈനോറിറ്റി റൈറ്റ്സിനെ കുറിച്ച് ഒരു ഡിസ്കഷൻ, പിന്നെ അവർക്ക് വേണ്ടി എന്താണ് സർക്കാരിന് സഹായം എന്ന് ഒരു ജനറൽ ആയിട്ടൊരു ഡിസ്കഷൻ നടന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് പ്രധാനമന്ത്രി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ആർക്കാണെങ്കിലും എന്ത് സഹായം ചോദിച്ചാൽ ഞങ്ങൾ അതിന് മനസ്സിലാക്കാനും അതിനു വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാണ്. പ്രൈം മിനിസ്റ്റർ പറഞ്ഞത് ഐ ആം അറ്റ് യുവർ സർവീസ്, ഐ ആം ഓൾവേസ് അറ്റ് യുവർ സർവീസ് എന്നാണ്. അങ്ങനെയാണ് വാക്ക് ഉപയോഗിച്ചത്. BJP നേതാക്കൾ സഭാ നേതൃത്വത്തിനൊപ്പം പ്രധാനമന്ത്രിയെ കണ്ടതിൽ രാഷ്ട്രീയം കാണേണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ചയായില്ലെന്നും BJP നേതാക്കൾ പ്രതികരിച്ചു. പോപ്പിനെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുന്ന കാര്യത്തിൽ സഭാ നേതൃത്വം പ്രധാനമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. അതേസമയം കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് സഭാ നേതൃത്വം പ്രധാനമന്ത്രിയെ കണ്ടത്. അതുകൊണ്ടുതന്നെ കൂടിക്കാഴ്ചയ്ക്ക് വലിയ രാഷ്ട്രീയ മാനമുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ സഭാ നേതൃത്വം BJPയും പരമാവധി വിഷയങ്ങളിൽ ഒന്നിച്ചാണ് മുന്നോട്ടു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കൂടിക്കാഴ്ചകൾ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കുമെന്ന് ഉറപ്പാണ്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സഭയ്ക്ക് നീതി ഉറപ്പാക്കി തരുന്ന ഭരണാധികാരികൾ വിലമതിക്കപ്പെടുമെന്ന് യാക്കോബായ സഭാ അധ്യക്ഷൻ ആബൂൺ മോർ ബസേലിയോസ് ജോസഫ് ബാവ. സഭയുടെ ദുർബല നിമിഷത്തിൽ സർക്കാർ കൂടെ നിന്നിട്ടുള്ളത് മറക്കില്ല. തെരഞ്ഞെടുപ്പിൽ LDFനോടുള്ള അനുകൂല സമീപനം തുടരുമോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ഇഷ്ടമാണ്. സഭയിലെ വിശ്വാസികൾക്ക് അവരുടേതായ രാഷ്ട്രീയമുണ്ട്. പോലീസ് സംരക്ഷണത്തിൽ പള്ളികൾ പിടിച്ചെടുക്കുന്നത് നീതികേടാണെന്നും അദ്ദേഹം പറഞ്ഞു. EP ജയരാജന്റെ ആത്മകഥയെ ചൊല്ലി വീണ്ടും വിവാദം. ഇതാണെന്റെ ജീവിതമെന്ന ആത്മകഥയിൽ CPMൽ അമർഷം പുകയുന്നു. പാർട്ടി മൂടിവെച്ച കാര്യങ്ങൾ ആത്മകഥയിലൂടെ പരസ്യമാക്കിയതിൽ CPMനുള്ളിലും അമർഷം. പുസ്തക പ്രകാശന ചടങ്ങിൽ MV ഗോവിന്ദൻ പങ്കെടുക്കാത്തതും ചർച്ചയാകുന്നു. അതിനിടെ EP ജയരാജൻ BJPയിൽ ചേരാൻ ആഗ്രഹിച്ചിരുന്നുവെന്നും BJP നേതൃത്വത്തിന് താൽപ്പര്യമില്ലാതിരുന്നു എന്നുമുള്ള പ്രസ്താവനയുമായി AP അബ്ദുള്ളക്കുട്ടിയും രംഗത്ത് വന്നു. കഴിഞ്ഞ ദിവസം കണ്ണൂരിലാണ് EP ജയരാജന്റെ ഇതാണെന്റെ ജീവിതമെന്ന ആത്മകഥ മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തത്. നേരത്തെ പരിപ്പുവടയും കട്ടൻ ചായയും എന്ന പേരിൽ DC ബുക്സ് പുറത്തിറക്കിയ ആത്മകഥ തെരഞ്ഞെടുപ്പ് സമയത്ത് ഏറെ കോളിളക്കമുണ്ടാക്കിയിരുന്നു. താൻ പറയാത്ത കാര്യങ്ങൾ എഴുതി ചേർത്തതിൽ DC ബുക്സിനെതിരെ നിയമ നടപടിയും EP സ്വീകരിച്ചിരുന്നു. ഇതിനു പിന്നാലെ യഥാർത്ഥ ആത്മകഥ പുറത്തിറങ്ങുമ്പോഴും വിവാദം EPയെ വിട്ടൊഴിയുന്നില്ല. വൈദികം റിസോർട്ട് വിവാദവുമായി ബന്ധപ്പെട്ട് പാർട്ടി മൂടിവെച്ചിരുന്ന പലതും പുസ്തകത്തിൽ വെളിപ്പെടുത്തിയതിൽ CPMനുള്ളിൽ അമർഷമുണ്ട്. P ജയരാജൻ EPക്കെതിരെ പാർട്ടി ഫോറത്തിൽ നടത്തിയ വിമർശനങ്ങളടക്കം തുറന്നെഴുതിയിട്ടുണ്ട്. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിലടക്കമുള്ള അതൃപ്തിയും ആത്മകഥയിൽ EP തുറന്നു പറയുന്നുണ്ട്. പുസ്തക പ്രകാശന ചടങ്ങിൽ MV ഗോവിന്ദനും P ജയരാജനും പങ്കെടുക്കാതിരുന്നതും ചർച്ചയാകുകയാണ്. ആ പുസ്തകം എല്ലാവരും വായിക്കട്ടെ. വായിച്ചു കഴിഞ്ഞാൽ അത് സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ കേൾക്കാൻ, ഇനി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും അതിൽ പറഞ്ഞ കാര്യം മനസ്സിലാക്കാനുണ്ടെങ്കിൽ
അതിനുവേണ്ടി ഞാൻ പ്രത്യേകമായി കണ്ണൂരിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. നിങ്ങളെല്ലാം ആ ദിവസം അവിടത്തേക്ക് വരും. ഇതിനിടെ EP ജാവ്ദേക്കർ കൂടിക്കാഴ്ച വിവാദം BJP നേതാക്കളിലൂടെ വീണ്ടും തലപൊക്കി. EP BJPയിലേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്നുവെന്നും എന്നാൽ BJP നേതൃത്വത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല എന്നുമാണ് AP അബ്ദുള്ളക്കുട്ടി പറയുന്നത്. EP ജയരാജൻ CPM വിട്ട് BJP ചേരാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ജയരാജൻ മാമനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ആ പൂതി അങ്ങ് നടക്കൂല. എല്ലാ ആളുകളെയും BJPയിൽ എടുക്കാൻ പറ്റില്ലല്ലോ. എല്ലാവരുമായി സംസാരിച്ചിട്ടുണ്ട്, ഞങ്ങൾ ചർച്ച ചെയ്തു. ജയരാജൻ വേണ്ട എന്നാണ് പൊതുവുള്ള വികാരം. കാരണം ജയരാജന്റെ കോലത്തിലുള്ള ആള് പറ്റിയ പാർട്ടിയല്ല ഭാരതീയ ജനതാ പാർട്ടി എന്നാണ്. ആ പുസ്തകത്തിന് യഥാർത്ഥത്തിൽ ഇടേണ്ട പേര് കള്ളന്റെ ആത്മകഥ എന്നായിരുന്നു. ഇതാണ് എൻ്റെ അഭിപ്രായം. ഒരു ഇടവേളയ്ക്ക് ശേഷം മറ്റൊരു തെരഞ്ഞെടുപ്പ് വേളയിലാണ് EP ജയരാജന്റെ ആത്മകഥാ വിവാദവും ജാവ്ദേക്കർ കൂടിക്കാഴ്ചയും വീണ്ടും തലപൊക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അധിക ഫീസ് ഈടാക്കാതെ വിമാനയാത്രക്കാർക്ക് ഗ്രേസ് പീരീഡ് അനുവദിക്കുന്ന തരത്തിൽ വ്യവസ്ഥകളിൽ മാറ്റം വരുത്താൻ DGCA. ടിക്കറ്റ് റീഫണ്ട് മാനദണ്ഡങ്ങളിൽ കാര്യമായ മാറ്റങ്ങളാണ് സിവിൽ ഏവിയേഷൻ റെഗുലേറ്റർ ഡ്രാഫ്റ്റ് പരിഗണിക്കുന്നത്. ബുക്കിംഗ് കഴിഞ്ഞ് 48 മണിക്കൂറിനുള്ളിൽ അധിക നിരക്കുകളില്ലാതെ വിമാനയാത്രക്കാർക്ക് ടിക്കറ്റുകൾ റദ്ദാക്കാനോ ഭേദഗതി വരുത്താനോ കഴിയും. ഇതിനായി ഒരു ലുക്ക് ഇൻ ഓപ്ഷൻ യാത്രക്കാർക്ക് നൽകേണ്ടതാണ്. എന്നാൽ ആഭ്യന്തര വിമാന സർവീസിന് 5 ദിവസത്തിൽ താഴെയും അന്താരാഷ്ട്ര സർവീസിന് 15 ദിവസത്തിൽ താഴെയും പുറപ്പെടുന്ന വിമാനത്തിന് എയർലൈൻ വെബ്സൈറ്റ് വഴി നേരിട്ട് ബുക്ക് ചെയ്യുമ്പോൾ ഈ സൗകര്യം ലഭ്യമാകില്ല. എയർലൈൻ വെബ്സൈറ്റ് വഴി നേരിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ബുക്കിംഗ് നടത്തി 24 മണിക്കൂറിനുള്ളിൽ യാത്രക്കാരൻ തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ അതേ വ്യക്തിയുടെ പേരിൽ തിരുത്തലിനായി ഒരു വിധത്തിലുള്ള അധിക ചാർജും ഈടാക്കില്ലെന്ന് സിവിൽ ഏവിയേഷൻ റെഗുലേറ്റർ ഡ്രാഫ്റ്റിൽ നിർദ്ദേശമുണ്ട്. മെഡിക്കൽ അടിയന്തര സാഹചര്യങ്ങളിൽ യാത്രക്കാരൻ ടിക്കറ്റ് റദ്ദാക്കിയാൽ വിമാന കമ്പനികൾക്ക് ടിക്കറ്റുകൾ തിരികെ നൽകാം, അല്ലെങ്കിൽ ക്രെഡിറ്റ് ഷെൽ നൽകാം എന്നാണ് മറ്റൊരു നിർദ്ദേശം. കൂടാതെ ഒരു ട്രാവൽ ഏജന്റ് അഥവാ പോർട്ടൽ വഴി ടിക്കറ്റ് എടുക്കുന്ന സാഹചര്യത്തിൽ റീഫണ്ടിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും എയർലൈനുകൾക്കായിരിക്കും. 21 പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ റീഫണ്ട് പ്രക്രിയ പൂർത്തിയാക്കുമെന്ന് എയർലൈനുകൾ ഉറപ്പാക്കണം. വിമാന ടിക്കറ്റ് റീഫണ്ടുമായി ബന്ധപ്പെട്ട ആശങ്കകളുടെയും പ്രശ്നങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് നിർദ്ദിഷ്ട മാറ്റങ്ങൾ വരുന്നത്. നവംബർ 30 വരെ കരട് CAR-നെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ DGCA തേടിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത TV. വർക്കലയിൽ യുവതിയെ ട്രെയിനിൽ നിന്ന് ചവിട്ടി പുറത്തേക്കിട്ടത് സുരേഷ് തന്നെയെന്ന് സ്ഥിരീകരിക്കുന്ന നിർണായക CCTV ദൃശ്യങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ശ്രീകുട്ടിയും സുരേഷും തമ്മിൽ തർക്കിക്കുന്ന ദൃശ്യങ്ങളാണ് ട്രെയിനിലെ CCTVയിൽ നിന്നും ലഭിച്ചത്. ശ്രീകുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. റെയിൽവേ പോലീസാണ് അന്വേഷണ സംഘത്തിന് CCTV ദൃശ്യങ്ങൾ കൈമാറിയത്. സുരേഷും ശ്രീകുട്ടിയും തമ്മിൽ വാക്കുതർക്കമുണ്ടായതായി CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണെന്ന് പോലീസ് പറയുന്നു. വാക്കുതർക്കം നടന്നെന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളിൽ അർച്ചനയും ഒപ്പമുണ്ട്. തിരുവനന്തപുരത്തേക്കുള്ള കേരള എക്സ്പ്രസിലെ ജനറൽ കമ്പാർട്ട്മെന്റ് യാത്രക്കിടെയാണ് ശ്രീകുട്ടിക്ക് നേരെ അതിക്രമമുണ്ടാകുന്നത്. ഞായറാഴ്ച രാത്രി 8:30 കഴിഞ്ഞ് വർക്കല ഭാഗത്തു വച്ചായിരുന്നു മദ്യപിച്ചിരുന്ന സുരേഷ് കുമാർ 19 വയസ്സ് മാത്രമുള്ള പെൺകുട്ടിയെ ഓടുന്ന ട്രെയിനിൽ നിന്നും ചവിട്ടി തള്ളിയിട്ടത്. വാതിൽക്കൽ നിന്ന് മാറാൻ പറഞ്ഞതിന്റെ ദേഷ്യത്തിലാണ് ആക്രമിച്ചതെന്ന് പിടിയിലായ പ്രതി പോലീസിനോട് പറഞ്ഞിരുന്നു. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഇയാൾ മൊഴി മാറ്റി പറയുന്നുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇയാളുടെ പങ്ക് സ്ഥിരീകരിക്കുന്ന CCTV ദൃശ്യങ്ങൾ ലഭ്യമാകുന്നത്. സുരേഷ് കുമാറിന്റെ പേരിൽ നിലവിൽ വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. ശ്രീകുട്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ അതീവ ഗുരുതരാവസ്ഥയിലാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തമിഴ്നാട്ടിലും കേരളത്തിലുമായി നിരവധി കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകൻ പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടു. കേസ് അന്വേഷണത്തിനായി കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയെ തിരികെ തൃശൂർ വിയൂർ ജയിലിലേക്ക് എത്തിക്കുന്നതിന് തൊട്ടുമുമ്പാണ് പ്രതി രക്ഷപ്പെട്ടത്. ഇന്നലെ രാത്രി മൂത്രമൊഴിക്കാനെന്ന പേരിൽ പുറത്തിറങ്ങിയ പ്രതി തമിഴ്നാട് പോലീസിനെ കബളിപ്പിക്കുകയും മതിൽ ചാടി രക്ഷപ്പെടുകയുമായിരുന്നു. സംഭവത്തിൽ തമിഴ്നാട് പോലീസിനെതിരെ നടപടി സ്വീകരിക്കും. കൊലപാതക ശ്രമം, സ്വർണ്ണക്കവർച്ച, മോഷണം തുടങ്ങി വിവിധ വകുപ്പുകളിലായി 54 കേസുകളിൽ പ്രതിയാണ് തമിഴ്നാട് തെങ്കാശി സ്വദേശിയായ ബാലമുരുകൻ മാടസ്വാമി. 6 വർഷമായി തൃശൂർ വിയൂർ സെൻട്രൽ ജയിലിൽ തടവിലായിരുന്ന പ്രതിയെ കഴിഞ്ഞ ഞായറാഴ്ചയാണ് മറ്റൊരു കേസ് അന്വേഷണത്തിനായി തമിഴ്നാട് വിരുദനഗർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. അന്വേഷണം പൂർത്തീകരിച്ച ഇന്നലെ രാത്രി 9:45 പ്രതിയെ തിരികെ ജയിലിൽ എത്തിക്കാനാണ് തമിഴ്നാട് പോലീസ് ശ്രമിച്ചത്.
ഇതിനായി മതിൽകുടി സ്റ്റേഷൻ SI നാഗരാജിന്റെ നേതൃത്വത്തിൽ പ്രതിയെ കാറിൽ വിയൂർ സെൻട്രൽ ജയിൽ പരിസരത്തെത്തിച്ചു. എന്നാൽ മൂത്രമൊഴിക്കാൻ എന്ന പേരിൽ പുറത്തിറങ്ങിയ ബാലമുരുകൻ പോലീസിനെ കബളിപ്പിച്ച മതിൽ ചാടി രക്ഷപ്പെടുകയായിരുന്നു. തൊട്ടുപിന്നാലെ വിയൂർ പോലീസിലും കൺട്രോൾ റൂമിലും വിവരമറിയിച്ചതോടെ കേരള പോലീസ് സംഘവും സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തി. പ്രദേശത്തെ ആളൊഴിഞ്ഞ പറമ്പുകൾ, കിണറുകൾ, ഉയരമുള്ള മരങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച 100-ലധികം പോലീസുകാർ തിരച്ചിൽ നടത്തിയെങ്കിലും പ്രതിയെ കണ്ടെത്താനായില്ല. തമിഴ്നാട് പോലീസിന്റെ വീഴ്ച വ്യക്തമായതോടെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ വിവിധ സംഘങ്ങൾക്ക് പ്രത്യേക ചുമതല നൽകിയാണ് നിലവിൽ പ്രതിക്കായുള്ള അന്വേഷണം തുടരുന്നത്. അതേസമയം പാലക്കാട് ആലത്തൂരിൽ വെച്ച് പ്രതിക്ക് ഭക്ഷണം വാങ്ങി നൽകിയിരുന്നുവെന്നും ജയിൽ സമീപത്ത് വെച്ചാണ് വിലം കഴിച്ചതുമെന്നാണ് തമിഴ്നാട് പോലീസിന്റെ മൊഴി. എന്നാൽ ഇക്കാര്യങ്ങളിലടക്കം വ്യക്തത വരുത്തുന്നതിനും പ്രതിക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനുമായി CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചാണ് നിലവിലെ അന്വേഷണം. സംഭവത്തിൽ തമിഴ്നാട് പോലീസിനെതിരെ നടപടി സ്വീകരിക്കുമെന്നാണ് വിവരം. അമൃത ന്യൂസ്, തൃശൂർ. പ്രണയാഭ്യർത്ഥന നിരസിച്ച വൈരാഗ്യത്തിൽ സഹപാഠിയായ യുവതിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച ശേഷം പെട്രോൾ ഒഴിച്ച് തീവച്ച കേസിൽ പ്രതി കുറ്റക്കാരനെന്ന് കോടതി. തിരുവല്ല കുമ്പനാട് സ്വദേശി അജിൻ റജീവ് മാത്യു ആണ് പ്രതി. പത്തനംതിട്ട അഡീഷണൽ ജില്ലാ കോടതി വ്യാഴാഴ്ച ശിക്ഷ വിധിക്കും. 2019 മാർച്ച് മാസം 12-ന് തിരുവല്ലയിൽ വെച്ചാണ് അയിരൂർ സ്വദേശിനിയായ 19-കാരി കവിതയെ സഹപാഠിയായ പ്രതി അജിൻ റജീവ് മാത്യു നഗരമധ്യത്തിൽ വെച്ച് കുത്തിപ്പരിക്കേൽപ്പിക്കുകയും കയ്യിൽ കരുതിയ പെട്രോൾ ഒഴിച്ച് തീവയ്ക്കുകയും ചെയ്തത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 70%-ലധികം പൊള്ളലേറ്റ കവിത ചികിത്സയിലിരിക്കെ 2 ദിവസത്തിന് ശേഷം മരണപ്പെട്ടു. കവിതയും പ്രതിയും ഹയർ സെക്കൻഡറി ക്ലാസുകളിൽ ഒരുമിച്ച് പഠിച്ചവരായിരുന്നു. ഇതിനുശേഷം കവിത തിരുവല്ലയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ MLT കോഴ്സിന് ചേർന്നു. സംഭവ ദിവസം രാവിലെ ക്ലാസ്സിലേക്ക് വരുന്നതിനിടെയാണ് അജിൻ റജീവ് മാത്യു കവിതയെ ആക്രമിച്ചത്. പ്രതിക്ക് പരമാവധി ശിക്ഷ ലഭിക്കണമെന്ന് കവിതയുടെ കുടുംബാംഗങ്ങൾ പ്രതികരിച്ചു. പരമാവധി ശിക്ഷ തൂക്കുകയർ കൊടുക്കണം ഞാൻ പറഞ്ഞത്. അവരുടെ പ്രായം അനുസരിച്ചായിരിക്കും. നമ്മളിപ്പോൾ എന്താ പറഞ്ഞാൽ ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെയാണ്. പരമാവധി അതിന് തൂക്കുകയർ കൊടുക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. കേസിൽ മികച്ച രീതിയിൽ അന്വേഷണം നടന്നുവെന്നും പ്രതിക്കെതിരെ ശക്തമായ തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞതായും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഹരിശങ്കർ പറഞ്ഞു. മരണമൊഴി ഉണ്ടായിരുന്നു. ഡോക്ടറിനോടും പോലീസിനോടും നേഴ്സിനോടും പറഞ്ഞ മരണമൊഴി ഉണ്ടായിരുന്നു. അതാണ് ഏറ്റവും മികച്ച രീതിയിലുള്ള അന്വേഷണം തന്നെയാണ് ഇതിൽ നടന്നിട്ടുള്ളത്. അതാണ് ഏറ്റവും നിർണായകമായത്. പരമാവധി ശിക്ഷ കിട്ടണമെന്നാണ്. കേസിൽ വാദം കേട്ട പത്തനംതിട്ട അഡീഷണൽ ജില്ലാ കോടതി 1 പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. വ്യാഴാഴ്ച ശിക്ഷ വിധിക്കും. അമൃത ന്യൂസ്, പത്തനംതിട്ട. കോയമ്പത്തൂരിൽ കോളേജ് വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത സംഭവത്തിൽ 3 പേരെ അറസ്റ്റ് ചെയ്ത് പോലീസ്. ശിവഗംഗ സ്വദേശികളായ ഗുണ, കാർത്തിക്, കറുപ്പുസ്വാമി എന്നിവരാണ് പിടിയിലായത്. കസ്റ്റഡിയിലെടുക്കുന്നതിനിടെ രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളുടെ കാലിൽ പോലീസ് വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു. പരിക്കേറ്റ പ്രതികളെ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. പോലീസ് കോൺസ്റ്റബിളിനെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ വെടിവെച്ചതാണെന്നാണ് പോലീസ് പറയുന്നത്. കൈക്ക് പരിക്കേറ്റ കോൺസ്റ്റബിളും ആശുപത്രിയിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയാണ് MBA വിദ്യാർത്ഥിനിയായ 19-കാരിയെ മൂവർ സംഘം തട്ടിക്കൊണ്ടുപോയി കൂട്ടബലാത്സംഗത്തിനിരയാക്കിയത്. പെൺകുട്ടി ചികിത്സയിൽ തുടരുകയാണ്.